ഹായ് എവ്രി വൺ. നമ്മൾ നമ്മുടെ ടാസ്ക് മന്ത്രയിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. അത് നമുക്ക് ഇവിടെ ഡാഷ്ബോർഡ് എന്നുള്ളതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇത് ഡാഷ്ബോർഡിൻ്റെ ഇൻ്റർഫേസാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് വന്നേക്കുന്നത് നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമുക്ക് നമ്മുടെ വർക്കിംഗ് ഇൻകമും GD കമ്മീഷനും സർപ്രൈസ് പോയിൻറ്സും ഷോപ്പിംഗ് പോയിൻറ്സും എല്ലാം കൂടെ കൂടി, അതായത് നമ്മൾ ജോയിൻ ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ അല്ലെ നമുക്ക് എത്ര ആണോ കിട്ടിയിട്ടുള്ള വർക്കിംഗ് ഇൻകം, GD കമ്മീഷൻ, സർപ്രൈസ് പോയിൻറ്റ്സ്, ഷോപ്പിംഗ് പോയിൻറ്റ്സ് എല്ലാം കൂടെ കൂടി കാണിക്കുന്നതായിട്ടുള്ളൊരു ഇൻകമിൻ്റെ ഫേസാണ് നമുക്ക് കാണിക്കുന്നത് നെറ്റ് വർത്ത്. അതായത് നമ്മുടെ ടോട്ടൽ ഇൻകം, അതാണ് നമ്മുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. സെക്കൻഡ് വന്ന് കാണിക്കുന്നത് നമ്മുടെ വർക്കിംഗ് ഇൻകമാണ്. അതായത് നമ്മൾ വർക്ക് ചെയ്ത് എത്ര ഇൻകം ഉണ്ടാക്കി ടോട്ടലായിട്ട്, അതാണ് നമുക്ക് മേലിൽ കാണിക്കുന്നത്. പിന്നെ പ്രീവിയസ് മന്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ വരുന്നത് നമ്മുടെ കഴിഞ്ഞ മാസത്തെ എത്രയാണോ നമുക്ക് ഇൻകം ഉണ്ടാക്കിയത് വർക്ക് ചെയ്ത്, അതിൻ്റെയാണ് നമുക്ക് അവിടെ പ്രീവിയസ് മന്തിൽ കാണിക്കുന്നത്. കറണ്ട് മന്തിൽ നമുക്ക് കാണിക്കുന്നത് ഈ മാസത്തെ വർക്കിംഗ് ഇൻകമാണ്. പിന്നെ കാണുന്നത് നമുക്ക് GD കമ്മീഷൻ എന്ന് പറഞ്ഞാണ്. GD കമ്മീഷൻ ദാറ്റ് മീൻസ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് കമ്മീഷൻ. നമ്മൾ ഒരാളെ ടെസ്റ്റ് എഴുതി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ടാസ്ക് മന്ത്രയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, ഫ്രീ രജിസ്ട്രേഷൻ ചെയ്തു, വർക്കുകൾ നോക്കി, അവർ ടെസ്റ്റ് എടുത്ത് കയറി കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ഓരോ ഇൻകംസ് ഉണ്ട്. 11 ലെവൽസ് ഓഫ് ഇൻകംസ് ആണ്. നമുക്ക് ഒരാളെ നമ്മൾ റെഫർ ചെയ്ത് ടെസ്റ്റ് എഴുതി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവരെ ഗൈഡ് ചെയ്ത് അവരെ ഓരോ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് അവരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകമാണ് GD കമ്മീഷൻ. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഗ്രിഡ് ഇൻകമും നമ്മുടെ നമ്മളെ പ്ലേസ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഗ്രിഡ് ഇൻകമും റെഫറലായിട്ട് നമുക്ക് കിട്ടുന്ന 100 രൂപയും എല്ലാം കൂടെ നമുക്ക് അതൊക്കെ എന്താണ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി നമുക്ക് കിട്ടുന്നതാണ് GD കമ്മീഷനകത്ത് വരുന്നത്. കറണ്ട് മന്ത് എന്ന് പറഞ്ഞാൽ ഈ മാസവും, ബാലൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്തിൽ ബാലൻസ് ആയിട്ട് കിടക്കുന്ന എല്ലാ പൈസയാണ് നമുക്കവിടെ ബാലൻസ് ആയിട്ട് കിടക്കുന്നത്. യെസ്റ്റർഡേ TV എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ എത്ര TV ഉണ്ടാക്കി എന്നുള്ളത് കാണിക്കുന്നതാണ് യെസ്റ്റർഡേ TV. യെസ്റ്റർഡേ TVക്കകത്തിൽ നമുക്ക് വരുന്നത് ഇപ്പം നിലവിലുള്ള വർക്കുകൾ നമുക്കറിയാം. ലേൺ ആൻഡ് ഏൺ, ഡൈനാമിക്, ആഡ് ക്വസ്റ്റ്യൻ, വെരിഫൈ ആൻഡ് ഏൺ, ഇത്രയും ടാസ്കുകളാണല്ലോ ഉള്ളത്. പിന്നെ പേഴ്സണലൈസ് ടാസ്ക് നമുക്ക് അസൈൻ ചെയ്ത് കിട്ടുമ്പം കിട്ടാറുണ്ട്. അപ്പോൾ യെസ്റ്റർഡേ TVക്കകത്ത് നമുക്ക് ലേൺ ആൻഡ് ഏണിൻ്റെയും ഡൈനാമിക്കിൻ്റെയും കാണിക്കില്ല. അത് നമുക്ക് മന്ത് എൻഡ് ആകുമ്പോഴാണ് നമുക്കെല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ട് അവിടെ കാണിക്കുന്നത്. ബാക്കി നമ്മുടെ ആഡ് ക്വസ്റ്റ്യൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ TV അവിടെ കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് വെരിഫൈ ആൻഡ് ഏൺ ചെയ്താൽ അതിൻ്റെയും നമുക്ക് ഒന്നിച്ച് അവിടെ കാണിക്കുന്നതായിരിക്കും. പേഴ്സണലൈസ് ടാസ്കിൻ്റെയും നമുക്ക് കിട്ടുമ്പോൾ അതും അവിടെ കാണിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം നമുക്ക് യെസ്റ്റർഡേ TVക്കകത്ത് കാണാം. റിക്വയർഡ് TV എന്നുള്ളത് നമുക്ക് കാണിക്കുന്നത് അത് 100/100 എന്ന് കാണിക്കുന്നത് അത് നമുക്ക് ഇപ്പോൾ ഉള്ളതല്ല. നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് അതിൻ്റെ ഒരു വീക്ക്ലി 100 TV ഉണ്ടാക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയ വരും. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഇൻറ്റിഗ്രേറ്റഡ് ഇൻകം കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളതാണ് നമുക്ക് റിക്വയർഡ് TV വീക്ക്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കാണിക്കുന്നത്. പിന്നെ ട്രാൻസ്ഫറബിൾ TV എന്നുള്ളത് നമുക്കതും ഇപ്പോൾ നിലവിലില്ല. നമുക്ക് ഫ്യൂച്ചറിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമുക്കിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ കാണിക്കുന്നത് സർപ്രൈസ് പോയിൻ്റ് ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് സർപ്രൈസിംഗ്ലി കിട്ടുന്നതായിട്ടുള്ള ഒരു പോയിൻ്റാണ് സർപ്രൈസ് പോയിൻ്റ്. ഇത് നമ്മൾ ടെസ്റ്റ് എഴുതി കയറി വരുമ്പോൾ ഉള്ള ഒരു നമ്മൾ DSAT എന്നുള്ള ടെസ്റ്റ് എഴുതില്ല, ഡിജിറ്റൽ സ്കിൽ അസസ്മെൻറ്റ് ടെസ്റ്റ് എഴുതിയിട്ടാണല്ലോ എല്ലാവരും ഇവിടെ വരുന്നത്. അപ്പോൾ ആ ടെസ്റ്റ് എഴുതി വരുന്നതിന് നമുക്ക് സീനിയോറിറ്റി ഉണ്ട്, ആ ടൈമിന് സീനിയോറിറ്റി ഉണ്ട്. അപ്പോൾ ആ സമയത്തിന് നമുക്ക് സീനിയോറിറ്റി ബേസ്ഡ് ആയിട്ട് കിട്ടുന്നതായിട്ടുള്ളൊരു പോയിൻ്റാണ് സർപ്രൈസ് പോയിൻ്റ് എന്ന് നമ്മൾക്ക് പറയുന്നത്. അത് സർപ്രൈസിംഗ്ലി നമുക്ക് കിട്ടുന്ന പോയിൻ്റ് ആയിരിക്കും. ടെസ്റ്റ് എഴുതി കയറി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന സർപ്രൈസിംഗ്ലി കിട്ടുന്നതായിട്ടുള്ളൊരു പോയിൻ്റാണ്. അതിൻ്റെ ആയിട്ടുള്ളൊരു അൽഗോരിതം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കവിടെ കിട്ടുന്നതായിട്ടുള്ളൊരു പോയിൻ്റാണ്. പിന്നെ ഷോപ്പിംഗ് പോയിൻ്റ് നമുക്ക് കാണിക്കുന്നത്, നമുക്ക് ഷോപ്പിംഗ് പോയിൻറ്റിനകത്ത് വരുന്നത് നമ്മൾ ഓരോ ടോപ്പേഴ്സായിട്ട് വരുന്നതിനകത്തിലും പിന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ ഈ ജനറേഷൻ ഇൻകമിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഷോപ്പിംഗ് പോയിൻ്റായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജനറേഷൻ ഇൻകം എന്താണെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മുന്നോട്ടുള്ള ഇതിലേക്ക് നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗവും നമുക്ക് ഷോപ്പിംഗ് പോയിൻ്റ് കിട്ടുന്നുണ്ട്. അതല്ലാതെ നമ്മൾ ടോപ്പേഴ്സായിട്ട് വരുമ്പം അതിനും നമുക്ക് കമ്പനി ഓരോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ടോപ്പേഴ്സായിട്ട് എന്തെങ്കിലും കോൺടെസ്റ്റ് വെക്കുകയാണെങ്കിലോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ നമുക്ക് വിന്നറായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനും പോയിൻറ്റ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളതും ഒരു ഭാഗമായിട്ട് നമുക്കത് ഷോപ്പിംഗ് പോയിൻറ്റിലാണ് നമുക്ക് വരുന്നത്. പിന്നെ വന്നിട്ടുള്ള കോംപ്ലിമെൻ്ററി പോയിൻറ്റ്സ് ആണ്. കോംപ്ലിമെൻ്ററി പോയിൻറ്റ്സ് ടെസ്റ്റ് എഴുതി വന്ന എല്ലാവർക്കും 1000 പോയിൻറ്റ്സ് നമ്മൾ
എല്ലാവർക്കും കിട്ടാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ടെസ്റ്റ് എഴുതാൻ വേണ്ടി 1000 റുപ്പീസ് കൊടുത്തിട്ടാണല്ലോ നമ്മൾ ടെസ്റ്റ് എഴുതുന്നത്. അപ്പോൾ ആ 1000 റുപ്പീസ് ടെസ്റ്റ് എഴുതി കഴിയുമ്പോൾ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് അന്നേരം തന്നെ കമ്പനി 1000 കോംപ്ലിമെൻ്ററി പോയിൻ്റായിട്ട് കമ്പനി നമുക്ക് തരുന്നുണ്ട്. അത് നമുക്ക് ഇതിനകത്തുള്ള ഡിജിറ്റൽ പ്രൊഡക്ട്സ് മേടിക്കാൻ വേണ്ടിയുള്ള അത് 1000 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 1000 റുപ്പീസിൻ്റെ തുല്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് വേണ്ടിയ ഡിജിറ്റൽ പ്രൊഡക്ട്സ് മേടിക്കാനും നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ആർക്കെങ്കിലും മേടിച്ച് വേണമെങ്കിൽ കൊടുക്കാനും നമുക്ക് പറ്റും. പിന്നെ ഫോർകാസ്റ്റ് ഏർണിംഗ് കാൽക്കുലേറ്റർ അത് നമുക്ക് വരുന്നത് ഫ്യൂച്ചറിൽ നമുക്ക് നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾക്ക് എത്ര എസ്റ്റിമേറ്റ് ചെയ്തിട്ട് എത്ര കിട്ടും എന്നുള്ളത് നമുക്ക് ജനറേഷൻ ഇൻകം, ഗ്രിഡ് ഇൻകം ഒക്കെ നമുക്ക് നോക്കാൻ വേണ്ടി, അതല്ലാതെ നമ്മുടെ ഈ എന്താ പറയുന്നത് ഇൻറ്റിഗ്രേറ്റേഴ്സിൻ്റെ ഇൻകം നമുക്ക് വീക്ക്ലി എത്ര കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയുള്ള ഒരു ഫോർകാസ്റ്റ് ഏർണിംഗ് ആണ്. അതൊക്കെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്തെടുക്കാനുള്ള പറ്റുന്നതാണ് ഫോർകാസ്റ്റ് ഏർണിംഗും ഏർണിംഗ് കാൽക്കുലേറ്ററും ഒക്കെ. ഇവിടെ നമുക്ക് മൈ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണിക്കുന്ന റെഫറലാണ്. റെഫറൽ ദാറ്റ് മീൻസ് നമ്മൾ ഫ്രീ രജിസ്ട്രേഷനും ടെസ്റ്റ് എഴുതി വരുന്ന എല്ലാവരുടെയും ഒന്നിച്ചായിട്ടുള്ള നമ്പർ ആയിരിക്കും നമുക്ക് മൈ റെഫറൽ എന്നുള്ളതിനകത്തിൽ കാണിക്കുന്നത്. ആക്റ്റീവ് റെഫറൽ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് എഴുതി വരുന്ന ആൾക്കാരുടെ മാത്രം നമ്പേഴ്സായിരിക്കും നമുക്ക് അവിടെ കാണിക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ റെഫറലിനകത്തിലൊരു 10 പേരെ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂസർ ഐ ഡിയും നമ്മുടെ യൂസർ ഐ ഡി വെച്ച് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് എഴുതിച്ചില്ല, പക്ഷേ ജസ്റ്റ് ഒരു ഫ്രീ രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി 10 പേരുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം നമുക്കിവിടെ ഈ റെഫറലിനകത്ത് കാണിക്കും. അതിന് പക്ഷേ ടെസ്റ്റ് എഴുതിയ 2 പേര് മാത്രമായിരിക്കും. അപ്പോൾ അത് എവിടെ കാണിക്കും? ആക്റ്റീവ് റെഫറലിനകത്ത് കാണിക്കും. പിന്നെ അവൈറ്റിംഗ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട് പക്ഷേ അവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുത്തില്ല. നമുക്ക് ഒരാളെ ടെസ്റ്റ് എഴുതിച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കണം, ഗ്രിഡിൽ പ്ലേസ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അത് പ്ലേസ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ നമുക്കത് അവൈറ്റിംഗ് പ്ലേസ്മെൻറ്റിനകത്ത് കാണിക്കും. പിന്നെ അവൈറ്റിംഗ് ടീം ലിസ്റ്റ്, നമ്മുടെ ടീമിൽ ആർക്കെങ്കിലും പ്ലേസ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ അതും നമുക്ക് കാണിക്കുന്നത് അവൈറ്റിംഗ് ടീം ലിസ്റ്റിലായിരിക്കും. പിന്നെ വെയിറ്റിംഗ് ഫോർ DSAT, അതായത് നമ്മളിപ്പം പേയ്മെൻറ്റ് കൊടുത്തു, DSATൻ്റെ പേയ്മെൻറ്റ് കൊടുത്തു, പക്ഷേ അവർ പിന്നെ ടെസ്റ്റ് എഴുതാൻ വിട്ടുപോയി, അല്ലെങ്കിൽ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് മറന്നുപോയി, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ആ ആളുടെ നമ്പർ നമുക്ക്, അതായത് എത്ര പേരാണ് എന്നുള്ളത് നമുക്കിവിടെ നമ്പർ 1 or 2 ഒക്കെ എഴുതി വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നമ്പറും അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയും ഒക്കെ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് നമുക്കത് നോക്കി പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്തുള്ളത്. നമുക്ക് നമ്മുടെ ടാസ്ക് മുദ്രയിലെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇൻ്റർഫേസാണിത്. ഇവിടെ നമ്മൾ അതിൻ്റെ 3 വരയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ലെഫ്റ്റ് സൈഡിൽ 3 വരയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ പേര് ഇവിടെ കാണും. അതിൻ്റെ യൂസർ നെയിമും യൂസർ ഐ ഡി, അതുപോലെ തന്നെ മൈ KYC, ബാങ്ക് ഡീറ്റെയിൽസ്, സപ്പോർട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി നോക്കാവുന്നതാണ്. നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും KYCയും ഒക്കെ ശരിയാണോ, അതിൻ്റെയൊക്കെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടോ, മാറ്റാനുണ്ടോ, എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യാനുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നമുക്ക് യൂസർ നെയിമും യൂസർ ഐ ഡിയും നമുക്ക് ഇവിടെയാണ് കാണിക്കുന്നത്. നമ്മുടെ യൂസർ നെയിം നമുക്ക് ഒരു പ്രാവശ്യമേ കൊടുക്കാൻ പറ്റുള്ളൂ, അത് മാറ്റാൻ പറ്റില്ല. പാസ്വേഡ് നമുക്ക് മാറ്റാൻ പറ്റും, നമ്മളഥവാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. ബട്ട് നമുക്ക് നമ്മുടെ യൂസർ നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ യൂസർ ഐ ഡിയും നമുക്ക് കമ്പനിയിൽ നിന്ന് തരുന്ന ഒരു യൂസർ ഐ ഡി ആയതുകൊണ്ട് അതും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ മൈ ഡാഷ്ബോർഡാണ്. മൈ ഡാഷ്ബോർഡിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഡാഷ്ബോർഡിനകത്തിലെ ഓരോ ഇൻകംസിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ വരുന്നത് നമുക്ക് മീറ്റിംഗ്സ് ആണ്. നമ്മുടെ മീറ്റിങ്സിൻ്റെ ലിങ്കൊക്കെ നമുക്കവിടെ വരുന്നതായിരിക്കും. എന്ത് മീറ്റിംഗ് ഉണ്ട്, ഏതുണ്ട്. നേരത്തെയൊക്കെ നമുക്ക് മീറ്റിങ്സിൻ്റെ ലിങ്കൊന്നും നമുക്ക് കിട്ടത്തില്ലായിരുന്നു. ഇപ്പം മീറ്റിങ്സിൻ്റെ ലിങ്ക് നമുക്ക് നമ്മുടെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് നോക്കാൻ പറ്റും. പിന്നെ വരുന്നത് മൈ അറ്റൻഡൻസ് ആണ്. അറ്റൻഡൻസിനകത്തിൽ നമുക്ക് നമ്മുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ അറ്റൻഡൻസ് ഏതാണോ നമ്മൾ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്ത് അതിനകത്തിൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള നമ്മുടെ ഗൂഗിൾ നെയിം, നമ്മുടെ ടൈം എല്ലാം അറ്റൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അറ്റൻഡൻസ് അവിടെ മാർക്കായിട്ട് വരും. പിന്നെ നമുക്ക് വന്നിട്ടുള്ള മൈ എൻഗേജ്മെൻറ്റ് ഫോമാണ്. നമ്മുടെ വർക്കിംഗ് ഇൻകം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റിഗ്രേറ്റർ ഇൻകം, ഏത് ഇൻകം ആയാലും കിട്ടാൻ വേണ്ടി നമുക്കായിട്ടുള്ളൊരു ക്രൈറ്റീരിയയുടെ വൺ ഓഫ് ദ ക്രൈറ്റീരിയ ആണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് നമ്മുടെ ഇൻകംസ് നമുക്ക് കൃത്യമായിട്ട് കയറുന്നതായിരിക്കും. അത് വൺ ഓഫ് ദ ക്രൈറ്റീരിയ ആണ്. ബാക്കി ക്രൈറ്റീരിയാസ് ഉള്ളതിൻ്റെ കൂടെ തന്നെ ഇതും നമുക്കിപ്പോൾ ആഡ് ഓൺ ആയിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് നമ്മുടെ സൈറ്റിൽ തന്നെ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ എൻഗേജ്മെൻറ്റ് ഫോമിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ മേലിൽ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ട്യൂട്ടോറിയൽ വീഡിയോ കയറി കഴിഞ്ഞാൽ നമുക്ക്
ഫുൾ ഡീറ്റെയിൽ എങ്ങനെയാണ് നമ്മൾ എൻഗേജ്മെൻറ്റ് ഫോം ഫില്ല് ചെയ്യേണ്ടത് അതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്കവിടെ നമ്മുടെ ഡയറക്ടേഴ്സ് അവിടെ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫിൽ ചെയ്ത് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ അത് ക്ലിയർ ആക്കി തരുന്നതുമായിരിക്കും. പിന്നുള്ളത് മൈ ടാസ്ക് ആണ്. മൈ ടാസ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടാസ്കുകളുടെ നമ്മുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ നമുക്കവിടെ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ക്വിസ്മാനിയ ആണ്. ക്വിസ്മാനിയനകത്തിൽ നമുക്ക് നമ്മുടെ ഒരു എല്ലാ ദിവസവും നമ്മൾ എന്നാണോ നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ ഫസ്റ്റ് നമ്മുടെ ടാസ്കിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ക്വിസ്മാനിയ എന്നുള്ളത് 5 ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും. നമുക്കതിനകത്തിൽ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻ കാണും. കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന എന്നെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അറിയത്തില്ലെങ്കിൽ നമുക്കത് കറക്കി കുത്തി എങ്ങനെയാണോ നമുക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് ഏതാണെന്ന് നമുക്കൊരു ഊഹം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ആൻസർ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്, നമ്മൾ കൊടുത്തത് ശരിയാണോ റോങ് ആണോ എന്നുള്ളതെല്ലാം നമുക്കവിടെ കാണിച്ചു തരുന്നതായിരിക്കും. അത് അറ്റൻഡ് ചെയ്തതിന് മാത്രമാണ് നമുക്ക് നമ്മുടെ ടാസ്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. നമുക്ക് ഒരു ദിവസത്തിൽ ഒരു വട്ടം നമുക്ക് എപ്പോഴാണോ സൈറ്റ് ഓപ്പൺ ആക്കണേ അന്നേരം നമുക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇതിനകത്തിൽ നമുക്ക് ഈ 5 ക്വസ്റ്റ്യന് ഒരെണ്ണത്തിന് 5 പോയിൻ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്കുള്ളത്. 25 പോയിൻറ്റ്സിൻ്റെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളത്. അത് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഏർണിങ്സ് ആയിട്ട് മാറുന്നില്ല. ബട്ട് നമുക്ക് മന്ത് എൻഡിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് കരസ്ഥമാക്കുന്ന ആൾക്ക് നമുക്ക് കമ്പനി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പം നമുക്ക് നിലവിലില്ല, ഇപ്പം ട്രയൽ വേർഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടില്ല. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓക്കെ ആയി വന്നു കഴിയുമ്പോൾ നമുക്കത് ശരിയായി നമുക്ക് അറിയിപ്പ് തരും. അതായത് നമുക്കിത് ഓക്കെ ആയിട്ടുണ്ട്, ഡെയിലി ക്വിസ്മാനിയ ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം തന്നെ കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം മന്ത് എൻഡിൽ ആരാണ് ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് കൊണ്ടുവരുന്നത് ആ ആൾക്ക് കമ്പനി സർപ്രൈസ് ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്ത് തരികയാണ്. അതല്ലാതെ നമുക്കിത് ഏർണിങ്സ് ആയിട്ട് മാറുന്നില്ല. അതിൻ്റെ കൂടെ നമുക്കൊരു നോളേജ് കൂടെ കിട്ടുന്നുണ്ട്, കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് പഠിക്കാനും കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് ഗ്രിഡാണ്. നമ്മുടെ ഗ്രിഡ് പ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. നമ്മുടെ ഗ്രിഡാണ്, സ്മാർട്ട് ഗ്രിഡ് ഉണ്ട്, അതുകൊണ്ട് ഗ്രിഡ് എക്സ്പ്ലോററിൽ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രിഡ് നമുക്ക് പ്ലേസ്മെൻറ്റ് ചെയ്ത് നമുക്ക് എവിടെയൊക്കെയാണ് ആരെയൊക്കെയാണ് പ്ലേസ്മെൻറ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ഉള്ളത് മൈ വാലറ്റ് ആണ്. നമ്മുടെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി നമ്മുടെ വാലറ്റ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൈ പേയ്മെൻറ്റ്സ് പോയിട്ട് നമ്മുടെ വാലറ്റ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽ നമുക്കവിടെ നോക്കാൻ വേണ്ടി പറ്റും. ഇവിടെ മൈ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിനകത്തിൽ മൈ പേയ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാസ്വേഡ് കൊടുക്കാം. അത് വാലറ്റ് പാസ്വേഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ്, അത് ആരെയും ഷെയർ ചെയ്ത് കൊടുക്കല്ലേ. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ പേയ്മെൻറ്റ് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ സർട്ടിഫിക്കറ്റ് മാനേജറാണ്. സർട്ടിഫിക്കറ്റ് മാനേജറിനകത്തിൽ നമ്മുടെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ ടീമിൻ്റെ സർട്ടിഫിക്കറ്റും നമുക്ക് അവിടെ നോക്കാൻ പറ്റും. പിന്നെ മൈ ഓർഡേഴ്സിനകത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ പ്രോഡക്റ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മൈ ഓർഡേഴ്സിനകത്ത് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ ഡിജിറ്റൽ പ്രൊഡക്ട്സ് നമുക്ക് ടാസ്ക് മന്ത്രയിൽ ഇപ്പോൾ ടെസ്റ്റ് എഴുതി കയറി വരുമ്പോൾ 1000 കോംപ്ലിമെൻ്ററി പോയിൻറ്റ്സ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അതിൽ നമുക്ക് ഇവിടുന്ന് ഏത് വേണമെങ്കിലും പ്രൊഡക്റ്റ് നമുക്ക് മേടിക്കാൻ പറ്റും. ഇതൊക്കെ 1000 റുപ്പീസിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് 2000 ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സാം പിക്സൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രൊഡക്റ്റാണ്. നമുക്ക് യൂസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവർക്ക് ഇത് മേടിച്ച് കൊടുത്താൽ നല്ല ബെനിഫിറ്റായിട്ടായിരിക്കും അവർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്യാൻവ ഒക്കെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് 1 റുപ്പി തൊട്ട് ഈവൻ 1 റുപ്പി തൊട്ട് മേലോട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതെല്ലാം ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആണ്, ഡിജിറ്റൽ മെറ്റീരിയൽസ് ആണ്. നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഡിജിറ്റൽ മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് ഉള്ളതല്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ചിലതൊക്കെ പ്രിൻ്റ് എടുക്കേണ്ടി വരും, ചിലതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നല്ല സ്പേസ് ഉള്ള അതിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്തിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കോംപ്ലിമെൻ്ററി പോയിൻറ്റ്സ് 1000 റുപ്പീസ് കിട്ടിയിട്ടുണ്ട് അല്ലേ, 1000 പോയിൻറ്റ്സ് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് മേടിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ നമുക്കിത് എല്ലാം ഡിജിറ്റലായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് ഡിജിറ്റലായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കത് ക്യാരി ചെയ്യേണ്ട ആവശ്യം വരില്ല, അവിടെ ഇവിടെയും പോകുമ്പം കൊണ്ടുപോകേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അത് നമുക്ക് സേഫായിട്ട് എവിടെയെങ്കിലും ഒരു പെൻ ഡ്രൈവിലോ എവിടെയെങ്കിലും നമ്മൾ കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പം ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഈ കുട്ടികൾക്കൊക്കെയുള്ള ഈ ആനിമേഷൻ വീഡിയോസൊക്കെ നമുക്കിവിടെ ഉണ്ട്. ആനിമേറ്റഡ് വീഡിയോ പാക്കേജ് ഫോർ 1 ഇയർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് KG to 12th വരെയുള്ള ആനിമേഷൻ വീഡിയോസൊക്കെ നമുക്കുള്ള 1000 റുപ്പീസിൻ്റെ
മാത്രമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ആയിട്ടുള്ള വീഡിയോസ്, അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനും പറ്റും. വീഡിയോ കണ്ടുകൊണ്ട് നല്ല രീതിയിൽ അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റാണ് നമുക്കിവിടെ ഉള്ളത്. അതുപോലെ ക്യാൻവ പ്രോ എന്നുള്ളതിനകത്തിൽ നമുക്ക് നല്ല രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ക്യാൻവ പ്രോ എന്നുള്ളതുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഡിസൈനിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മേടിച്ചിട്ട്, ഇതിൽ ക്യാൻവ പ്രോയിന് നമ്മൾ മേടിച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ളൊരു സൈറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് നോക്കുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ച് ഉപയോഗിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും മേടിച്ച് കൊടുക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ്.